യുദ്ധം തീരുന്ന ലക്ഷണമില്ല, അല്ലെങ്കിൽ തീർക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇറാൻ്റെ നിലപാട്. അതിൻ്റെ കൂടെ ട്രംപ് നമ്മൾ പൊട്ടൻ വട്ടൻ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തും പറയാം, അത് മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളുമല്ല. 5 ദിവസത്തേക്ക് ഒരുപക്ഷെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നത് 5 ദിവസം നേരത്തെ ഈ പറയുന്നത് പോലെ ചർച്ചയുടെ മറവിൽ തയ്യാറെടുപ്പുകൾ നടത്തിയതുപോലെ വീണ്ടും അമേരിക്കയ്ക്ക് യുദ്ധം കരയുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതായത് ഈ 5 ദിവസം കൊണ്ട് അതിനു വേണ്ട ഒരുക്കങ്ങൾ, അതിനു വേണ്ട സന്നാഹങ്ങൾ ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ട്രംപിനെ ഇറാനിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല, ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇടപെട്ടിട്ടില്ല, യുദ്ധത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. യുദ്ധം നിർത്തുന്നതിനെപ്പറ്റി ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് ചർച്ച നടന്നു. വീണ്ടും ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉപാധികൾ പരസ്പരം ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞത് തെറ്റാണ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് വളരെ കൃത്യമായിട്ട് 2000 സൈനികർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. US മെറൈൻ സേനയും എത്തുന്നുണ്ട്, ഉടനെ എത്തും. അപ്പോൾ ഗാർഗെ ദ്വീപ്, നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ ഇയാളുടെ ലക്ഷ്യം ഗാർഗെ ദ്വീപാണ്. ഗാർഗെ ദ്വീപിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയപ്പോൾ ഇയാൾ ബാക്കിയുള്ള പ്രദേശത്ത് അവിടുത്തെ സൈനിക താവളങ്ങൾ മറ്റ് കാര്യങ്ങൾക്കകത്തെല്ലാം ആക്രമണം നടത്തുമ്പോഴും ഗാർഗെ ദ്വീപിൽ അവരുടെ ഏറ്റവും വലിയ സംഭരണശാലയായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സംഭരണശാല, അത്തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ, അതായത് ഈ ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ എണ്ണ സംഭരണശാല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭരണശാല, അത് ഇറാൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന, അതിനകത്ത് യാതൊരു കേടുപാടുകളും സംഭവിപ്പിക്കാതിരിക്കുന്നു. ഇതിനകത്ത് ഒന്നെങ്കിൽ കേടുപാട് സംഭവിച്ചാൽ എണ്ണയ്ക്ക് അകത്ത് ലോകത്തിൻ്റെ ലഭ്യതക്കുറവ് വരുമെന്നുള്ളതും കൂടാതെ ഇത് അതുപോലെ നിർത്തിയാലേ നാളെ കാലത്ത് അവിടെ കയറിയാൽ ഇത് പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വെനസ്വേലയുടെ കാര്യം പറയുന്നു. അപ്പോൾ യുദ്ധത്തിനകത്ത് പലവട്ടം ഈ നമ്മുടെ ഈ പിയേഴ്സൺ മാഷും അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ പറയുന്നത് പോലെ അമേരിക്കയുടെ ലക്ഷ്യം ഈ പറയുന്ന ഇറാൻ്റെ അല്ലെങ്കിൽ ലോകത്തോളമുള്ള നിലപാടും മറ്റു പല കാര്യങ്ങളുമല്ല. ഇസ്രായേലിനെ നമുക്ക് മാറ്റി നിർത്താം, ഒരുപക്ഷെ അവിടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇറാൻ, അല്ലെങ്കിൽ ആണവായുധമുള്ള ഇറാൻ, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്ത സൈനിക ശക്തിയായിട്ട് വളർന്നാൽ ആദ്യം അവരുടെ പുറത്തിട്ട് പരീക്ഷിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ അവരുടെ മുദ്രാവാക്യം, 25 കൊല്ലത്തിന് ശേഷം ഈ പറയുന്ന ഭൂമുഖത്ത് കാണത്തില്ല. അപ്പോൾ ആ കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ ആ ഒരു ന്യായമുണ്ടെങ്കിലും ഈ യുദ്ധത്തിന് പലരും ലോകം ചോദിക്കുന്ന പോലെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ യുദ്ധത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ എണ്ണ ഇനിയും അവിടെയും കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ ഇറാനിൽ കൂടെ ഉള്ളൂ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങാത്ത ഒരു എണ്ണ സംവിധാനമുള്ളതും ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ളതും, അല്ലെങ്കിൽ അതുകൂടെ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം കരസേനയുടെ എലൈറ്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ 82ാം ഡിവിഷൻ ഒരു ബ്രിഗേഡിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ C-130 നമ്മുടെ കാരിയർ വിമാനമുണ്ടല്ലോ, ആ കാരിയർ വിമാനത്തിൽ പാരച്യൂട്ട് സേനയെ ഉൾപ്പെടെ ഉള്ളവരെ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നീങ്ങുന്നു. പക്ഷേ ഇതിനകത്ത് വേറെ ഏറ്റവും വലിയ ഒരു രസമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുന്നറിയിപ്പ്, ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിഭാഗമൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ കയറി കളിക്കേണ്ട, കാരണം ഈ പറയുന്ന മറൈൻ സേനയ്ക്കൊന്നും അവിടെ യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അപകടമുണ്ടാകും. അവിടെ ഇറക്കുന്ന സൈനികരുടെ എത്ര വന്നാലും എത്ര സൂക്ഷിച്ചാലും 20% സൈനികർ മരണപ്പെടും. കാരണം മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനം ഈ പറയുന്ന ഗാർഗെ ദ്വീപിൽ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ്. അതായത് അമേരിക്ക കരയുദ്ധത്തിന് ഇറങ്ങിയാൽ ഇപ്പം ലോകം പറയുന്ന പോലെ, ചർച്ച ചെയ്യുന്നത് പോലെ അതും ഒരു പക്ഷേ പൂർണ്ണമായിട്ട് വിജയിച്ചു പോകുന്നതിന് വേണ്ടി സാധിക്കത്തില്ല. ഏതായാലും യുദ്ധം തീരുന്നൊരവസ്ഥയിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹത്തിൻ്റെ താല്പര്യം നമ്മൾ ഈ പറയുന്ന പോലെ ഇറാനിലെ ഭരണമാറ്റത്തോടുകൂടി അവിടുത്തെ എണ്ണ കൊള്ള അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം, ഹോർമൂസ് കടലിടുക്കിൻ്റെ ഉൾപ്പെടെയുള്ള നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ്. തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അമേരിക്ക ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അമേരിക്ക നടത്തുന്ന ഓരോ സന്ധി സംഭാഷണവും കൂടുതൽ ശക്തമായ യുദ്ധത്തിന് വേണ്ടിയുള്ള എടുക്കുന്ന ഒരു പിന്നോട്ട് വെപ്പാണ്. പിന്നോട്ട് വെപ്പ് വെച്ചാൽ അങ്ങനെ പിന്നോട്ട് വെച്ചു എന്നൊരു തോന്നലുണ്ടാക്കുക, ശത്രുവിനെ തകർക്കാനും പറ്റും, അത് ഒരു തന്ത്രമാണ്. രണ്ടാമത്തെ കാര്യം എണ്ണ തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ ഈ അന്താരാഷ്ട്ര നമ്മളിപ്പോൾ ഇസ്ലാമോഫോബിക് എന്നൊക്കെ പറയുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയമോ ഒന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? 92% ക്രിസ്ത്യാനികളുടെ രാജ്യമാണ് വെനിസുലയുടെ തലവൻ മഡുറോയെ രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ട് പോയിട്ട് ഒരു രാജ്യം കൈയടക്കുന്നതിൽ എന്ത് മതമുണ്ട്, എന്ത് സമുദായമുണ്ട്? അല്ലെങ്കിൽ തന്നെ സാമ്രാജ്യത്വത്തിന് എന്നാണ് മതം ഉണ്ടായിട്ടുള്ളത്, എന്നാണ് സമുദായ സ്നേഹം ഉണ്ടായിട്ടുള്ളത്? അവർക്ക് സാമ്പത്തിക താല്പര്യങ്ങളും
അധിനിവേശവും തന്നെയാണ് താല്പര്യം. വളരെ ക്ലിയറാണ്. ഇപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അമേരിക്ക ഇറാനെ തകർക്കുന്നതിന് തന്നെ പ്രശാന്ത് സാർ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. എണ്ണയാണ് അവരുടെ താല്പര്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായ എണ്ണപ്പാടം ഇറാന്റെ കയ്യിലാണ് ഉള്ളത്. അത് തകർക്കുന്നതിന്റെ പിന്നിൽ അത് സ്വന്തമാക്കുക എന്നതിലേറെ അത് മറ്റാർക്കും കിട്ടാത്ത വിധം നശിപ്പിക്കുക എന്ന താല്പര്യം കൂടിയാണ്. അതാണ് അമേരിക്കയുടെ വിനാശകരമായ താല്പര്യം. സ്വന്തമാക്കുകയാണെങ്കിൽ സാമ്രാജ്യത്വ മനസ്സിനൊരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും. നശിപ്പിച്ചിട്ടില്ല സാറേ, എണ്ണ നശിപ്പിക്കാതെ അവിടെ പാടം നശിപ്പിച്ചിട്ടില്ല. അതിന്റെ വട്ടമുള്ള അൻസാരികളെ നശിപ്പിച്ചിട്ടുള്ളൂ. അതായത് പിടിച്ചെടുത്തിട്ട് എണ്ണ അവിടെ കസ്റ്റഡി വെക്കാൻ തന്നെ ഇപ്പോഴത്തെ തീരുമാനം. തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വെക്കുന്നതിന്റെ പിന്നിൽ ഇറാൻ ആയതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അവർക്ക് കിട്ടണമെന്ന് മാത്രമല്ല, ആർക്ക് കിട്ടാൻ പാടില്ല. ഇപ്പോൾ സാങ്ഷൻ വന്നതിന് ശേഷം അമേരിക്കൻ ഉപരോധം ഇറാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 10-40 കൊല്ലമായി. ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഒരു പക്ഷേ ചൈന കുതിച്ചു വളർന്ന കാലമാണ്. ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ആവശ്യമുള്ള കാലം, ഇന്ധനം ആവശ്യമുള്ള കാലം. ഈ കാലം മുഴുവൻ കുറഞ്ഞ വിലക്ക് ഇറാന്റെ എണ്ണ ഏതാണ്ട് 90% എണ്ണ ഉപയോഗിക്കുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് ഗ്യാസ്. ഇന്ത്യക്ക് ഇറാന്റെ ഒരു സമ്പത്ത് എന്താന്ന് വെച്ചാൽ എണ്ണയോളം സമ്പന്നമായ ഈ പ്രകൃതിവാതമുണ്ട്, ഗ്യാസും ഉണ്ട്. മണ്ണിനടിയിൽ വളരെ സമ്പന്നമാണ് രാജ്യം. മണ്ണിന് പുറത്ത് മനുഷ്യവിരുദ്ധമായ ഒരുപാട് ഗവൺമെന്റ് അവരുടെ നീക്കങ്ങളും പ്രത്യയശാസ്ത്രവും ഒക്കെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഇറാനകത്ത് നടക്കുന്ന അവരുടെ ഭരണകൂടത്തെ മാറ്റാൻ റെജീം ചേഞ്ചിന് വേണ്ടി എത്രയോ വർഷങ്ങളായി നടക്കുന്ന അവിടുത്തെ കലാപങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയുന്ന പോലുമില്ല. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കാളും മാരകമാണ് ഇസ്ലാമികമായ രാജ്യങ്ങളുടെ ഈ ഇരുമ്പുമറ. നമ്മൾ അറിയുന്നില്ല. അവിടെ ഇപ്പോൾ അവർ പറയുന്നത്, അവർ സമ്മതിക്കുന്നു, ഞങ്ങൾ 6000 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. 6000-ഓ 60,000-ഓ ആയാൽ പോലും അവർ പുറത്തുവിടുന്ന കണക്കേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം എന്ന നിലയിൽ അതും കടുത്ത വംശീയമായ ഷിയ ഭരണകൂടം ലോകത്തിലെ അറബ് രാജ്യങ്ങൾക്ക് 51 അറബ് രാജ്യങ്ങളിൽ 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒന്നിനു പോലും സ്വീകാര്യമല്ലാത്തൊരു ഭരണകൂടം. ലോകത്ത് സമാധാനം വിതക്കുമോ, അത് അമേരിക്കൻ വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണത്താൽ ന്യായീകരിക്കാവുന്നതാണോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ ഇറാന്റെ എണ്ണ ചൈനയ്ക്ക് കിട്ടരുത് എന്നൊരു സ്ട്രാറ്റജി അമേരിക്ക വളരെ കൃത്യമായി പാലിക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 2 രാജ്യങ്ങൾ അവർ കസ്റ്റഡിയിലായപ്പോൾ, ഒന്ന് വെനിസുലയാണെങ്കിൽ രണ്ടാമത് സൗദി അറേബ്യ. സൗദി അറേബ്യ വിധേയപ്പെട്ടു നിൽക്കുന്നു, വെനിസുല ഇവർക്ക് അടിമപ്പെട്ടു നിൽക്കുന്നു. 2 തരത്തിലാണ്. മൂന്നാമത്തെ രാജ്യം ഇറാൻ എണ്ണ കിട്ടാതിരിക്കുക, ഇറാന്റെ വളർച്ചയെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഒപ്പം ഇപ്പോ ഇറാൻ ഈ നടുവേ പിളർന്നു പോയിട്ടും ഇറാൻ ഈ പോരാട്ടം തുടരുന്നതിന്റെ പിന്നിൽ ഖാർഗ് ഐലൻഡ് ഉൾപ്പെടെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സൈലന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയായി റഷ്യ വർത്തിക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ചേർന്ന ഒരു അച്ചുതണ്ട് അമേരിക്കക്കെതിരായി രൂപം കൊള്ളുന്നു എന്നതാണ് ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ ഏറ്റവും പൊളിറ്റിക്കൽ റിസൾട്ട്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയും വേണം. കാരണം ഇപ്പോൾ പ്രശാന്ത് സാർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്, ഇസ്രായേലിനും ഇറാനും അവരുടേതായ ന്യായങ്ങളുണ്ട്. അവരുടേതായ ന്യായങ്ങൾ 2 കൂട്ടരും പറയട്ടെ, 2 കൂട്ടരോട് നമുക്ക് വിയോജിക്കുകയും ചെയ്യാം. പക്ഷേ അമേരിക്കക്ക് എന്ത് ന്യായമുണ്ട്? അമേരിക്ക കൊണ്ടു നടക്കുന്നത് ഈ ആർത്തിയാണ് ഒരു ഭാഗത്ത്, 2 മനുഷ്യവിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധവും ദേശവിരുദ്ധവുമായ വെനിസുലയുടെ ഭരണകൂടത്തെ കടത്തിക്കൊണ്ടുപോകാൻ എന്ത് ന്യായമുണ്ട് ഭൂമിയിൽ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ. അതുകൊണ്ട് ലോകത്ത് പോസിറ്റീവായ ഒരു നീക്കം നടക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞ് സാർ അവസാനിപ്പിച്ചോളൂ. അതായത് ഇപ്പോൾ ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം സർവകക്ഷി യോഗം വിളിച്ചല്ലോ. രാജ്നാഥ് അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു പാർലമെന്റ് ഹൗസിൽ. അപ്പോൾ അവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം, കണ്ടോ നമ്മുടെ കൊടിയ ശത്രുവായ പാകിസ്ഥാൻ പോലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്നു, ഇന്ത്യ എന്തെടുക്കുകയാണെന്ന ചോദ്യം. അതിന് ഇന്നലെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞൊരു ഉത്തരം വളരെ ഇഷ്ടമായി. നമ്മൾ ഈ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ തലക്കെട്ട് അതാണ്. ദലാൽ എന്ന് പറഞ്ഞ ബ്രോക്കറാണ് അല്ലേ ഹിന്ദിയിൽ. അപ്പൊ ഞങ്ങള് ഇന്ത്യ ഈ നമ്മൾ ദല്ലാൾ എന്ന് പറയില്ലേ, അത് ഈ ഹിന്ദിയിലെ ദലാലാണ്. അപ്പോ ഇന്ത്യയുടെ പണി ദല്ലാൾ പണിയല്ല. ഇന്ത്യക്ക് ഇന്ത്യ എന്ന രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ താല്പര്യം എന്തോ അത് രക്ഷിക്കാനുള്ള നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. സ്വന്തം രാജ്യം എന്നൊരു അജണ്ട ഇല്ലാത്തവർക്ക് ദല്ലാൾപ്പണി എടുത്ത് ജീവിക്കാം. എത്ര മനോഹരമാണ് ആലോചിച്ചു പാകിസ്ഥാനെ കുറിച്ച് കൊടുത്ത അടി. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇതിൽ കൃത്യമായ റോൾ എടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണമെങ്കിൽ ആവശ്യമായ നേരത്ത് ഹോർമൂസിലൂടെ നമ്മുടെ കപ്പലുകൾ കടന്നു വരാൻ ഇറാൻ അനുവദിക്കുന്നുണ്ട്. ഇറാൻ ഇന്ത്യയുടെ ശത്രു പട്ടികയിലല്ല. എന്നാൽ ഓർക്കേണ്ട കാര്യം കൂട്ടത്തിൽ പലരും മറന്നു പോകുന്നുണ്ട്, ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഈ പ്രോക്സി വാർ ഉണ്ടല്ലോ,
ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ അത് എന്ത് പേരിട്ട് ഹിസ്ബുള്ള എന്ന് വിളിച്ചാലും ഹൂത്തികൾ എന്ന് വിളിച്ചാലും ഹമ്മാസ് എന്ന് വിളിച്ചാലും നമ്മുടെ ബിൻ ലാദന്റെ അൽ ഖായിദ എന്ന് വിളിച്ചാലും തെഹ്രീക്കെ താലിബാൻ എന്ന് വിളിച്ചാലും അവൻ്റെ ഒക്കെ അജണ്ടയിൽ നമ്പർ 1 അമേരിക്കയാണെങ്കിൽ, നമ്പർ 2 ഇസ്രായേൽ ആണെങ്കിൽ, നമ്പർ 3 ഇന്ത്യ ഉണ്ട്. മറന്നു പോകരുത്. അത് വെറുതെ ഒന്നുമല്ല ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അങ്ങനെ വെള്ള പൂശിയിട്ട് വെള്ളരിപ്രാവ് പോലെ ഇവരെ ഒന്നും കാണുന്നതിലും അർത്ഥമില്ല. പക്ഷേ ഇറാനോട് നമ്മൾ നയപരമായ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇന്ത്യ കാണിച്ചൊരു മാതൃകയുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരാം എന്ന് പറഞ്ഞാൽ പോരാ. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളെ പട്ടിണിയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ ഉപരോധം അവസാനിപ്പിക്കണം. ഈ തടസ്സം, ഈ ബ്ലോക്കേഡ് അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യ പറഞ്ഞല്ലോ. അത് ഇന്ത്യക്ക് മാത്രം സൂക്ഷിക്കാൻ പറ്റിയ ഒരു വലിയ മനസ്സും വലിയൊരു സംസ്കാരവുമാണ്. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ മുഖം പ്രശോഭിതമാവണ്ണം നിലപാടെടുത്തു എന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കും. അല്ല, കുറച്ച് കാലമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ ജിയോ പൊളിറ്റിക്കൽ മേഖലയെ ഇടപെടുന്നതൊക്കെ ഇന്ത്യയുടെ താല്പര്യം മുന്നിൽ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നത് തിരിച്ചറിയാതെ പോകുന്നത് പ്രതിപക്ഷമാണ്. കാരണം പ്രതിപക്ഷത്തിന് കാണാനേ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നെന്താണെന്ന് വെച്ചാൽ ട്രംപ് പറഞ്ഞു ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ ഡെഡ് എക്കണോമിയാണെന്ന്. അതെ, അയാൾക്ക് എന്ത് കാര്യം എന്ന് പറയാം, ഇയാളാരെ അതങ്ങനെയാണ് പ്രതിപക്ഷം ചോദിക്കേണ്ടത്. പക്ഷേ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ശരിയാണെന്ന് പറഞ്ഞു. അവിടെയാണ് കുഴപ്പമുണ്ടായത്. അത് അവർ തിരിച്ചറിയാമത്തെ പൊളിറ്റിക്കലായിട്ട് ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ് സാർ? നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും ഈ ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിലെങ്കിലും ഇന്ത്യ ഡെഡ് എക്കണോമിയാണെന്ന് ഇപ്പൊ നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് നോക്കി പറയാൻ പറ്റുമോ? അല്ല, അതല്ല നമ്മള് അതിപ്പോ ഇന്ത്യയുടെ ഇന്ത്യ ഡെഡ് എക്കണോമി ആണോ എന്ന് നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കണം. അതല്ലാണ്ട് അവൻ പറയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യലല്ല നമ്മളുടെ ജോലി. ആ ഒരു വിഷയം അതിനകത്തുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ച് ഈ യുദ്ധത്തിലേക്ക് തന്നെ വരാം. ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് തോറ്റതിൽ നിന്ന് പഠിച്ച പാഠം കൊണ്ടാണ്. കാരണം ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ്? എല്ലാ വിഷയങ്ങളും വളരെ രമ്യരായി ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഖമേനിയെയും സംഘത്തെയും കൊന്നുകളഞ്ഞു. അത്രമാത്രം ഗൂഢമായ വൃത്തികെട്ട ഒരു സമീപനമാണ് അമേരിക്കയുടെ സാമ്രാജ്യത്തെ സമീപനമായിട്ട് അതിൻ്റെ അകത്ത് വന്നത്. അതൊരു മര്യാദയല്ലല്ലോ. നിങ്ങൾ ചർച്ചയൊക്കെ ചെയ്ത് തെറ്റിപ്പിരിഞ്ഞാൽ ശരി, നമ്മൾ തെറ്റിപ്പിരിഞ്ഞിരിക്കും, യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങട്ടെ. അതിന് പകരം ഇറാനെ അവർ പറ്റിച്ചു. ശരിക്കും പറഞ്ഞു അത് ഇറാൻ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി വീണ്ടും പറ്റിക്കാം എന്ന് കരുതി ട്രംപ് ചെന്നാൽ ഈ 5 ദിവസം എന്നൊക്കെ പറഞ്ഞു. അത് നിന്റെ അപ്പനോട് പറഞ്ഞാൽ മതി, ഈ 5 ദിവസം വളരെ പറയുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ അതവർ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇറാൻ്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസോ മറ്റു കാര്യങ്ങൾ പിന്നെ അത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ യുദ്ധം ചെയ്യുമ്പോൾ എന്താണ് ആ യുദ്ധത്തിലെ മര്യാദ? ഇപ്പം എപ്പോഴും യുദ്ധത്തിനും ഒരു മര്യാദ വെക്കാറുണ്ടല്ലോ. യുദ്ധം മര്യാദകളാണ് മൊത്തം. ആ മര്യാദകൾ ചെയ്യുമ്പോഴും അതിനകത്തൊരു മര്യാദയ്ക്ക് ഇവർ പറയാറുണ്ട്. ആ മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ നീതിയെങ്കിലും പാലിക്കണം. അല്ല, യുദ്ധത്തിന്റെ നീതി ഉണ്ടെന്ന് യുദ്ധം ചെയ്യുന്ന ആൾ പറയുന്നു. നമ്മൾ പറയുന്നത് യുദ്ധം തന്നെ അനീതിയാണ്. അപ്പോൾ അവരുടെ പ്രവൃത്തിക്കകത്ത് അവർ നിർവചിക്കുന്നതായിട്ടുള്ള നീതിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനം അത് തകർത്തുകളിട്ട് കൊടുംചതി, ഭീകരത അതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ലെന്നാണ്. ഇപ്പോൾ ഇറാൻ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇറാൻ ചിലപ്പോൾ തകർന്നു പോയേക്കാം എന്നവർ കരുതുന്നുണ്ട്. കാരണം അമേരിക്ക പോലെയുള്ളൊരു ശക്തിയോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷേ ഈ മുർദോയെ പോലെ അയാൾ അങ്ങനെ തന്നെ രാത്രി ഭാര്യയും അതേപോലെ തന്നെ കട്ടിലോടക്കം പൊക്കിക്കൊണ്ടുപോയാൽ അങ്ങനെ പൊക്കിക്കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന സ്ഥലമല്ല ഇറാൻ എന്നുള്ളത് കൃത്യമായിട്ട് ട്രംപിന് അറിയാവുന്നൊരു കാര്യം. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇറാന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന വലിയ വിഷയമാണ്. നമ്മളെപ്പോഴും നമ്മളുടെ അടുക്കള പൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്, നമ്മളുടെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകൾ പൂട്ടുന്നതിനെ കുറിച്ച്. ഇനി എന്താണ് നമ്മുടെ പെട്രോൾ പമ്പുകൾ പൂട്ടിപ്പോവുക എന്ന് നമുക്കറിയില്ല ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതമാണ്. ആ ജീവിതമാണ് തകർക്കപ്പെടുന്നത്. ഇറാൻ പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും അമേരിക്കയും ഒക്കെ കൂടി നടത്തുന്ന യുദ്ധത്തിൻ്റെ ഫലമായിട്ട്
നമുക്ക് നമ്മുടെ കഞ്ഞിപിടി മുട്ടുന്നു എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ അനീതിയായിട്ട് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ഇതിനകത്ത് പങ്കാളിയല്ല, നമ്മൾ യുദ്ധത്തിൽ ആരുടെയും കൂടെ അല്ല, എന്നിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ട് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും ഈ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി അത് നിർത്തി ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് ഇറാനെ മുഴുവനായിട്ട് അവർ തീർത്ത് കളഞ്ഞത് അവസാനിപ്പിക്കട്ടെ. അതല്ലെങ്കിൽ അവർ പിൻവാങ്ങി വേറെ പണിക്ക് പോട്ടെ. കാരണം അവർ ഇറാഖ് പോയി പിടിച്ചു, അവിടെയുള്ള മുഴുവനും ക്രൂഡ് ഓയിൽ കൊള്ളയടിച്ചു. കൊള്ളക്കാരാണ് അവർ ശരിക്കും. പെട്രോൾ കൊള്ളക്കാരാണ് അമേരിക്കക്കാരെന്ന് പറയുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തു നിന്നും. സൗദി അറേബ്യയുടെ കൂടെ നിന്ന് കൊള്ള നടത്തുന്നു. സൗദി അറേബ്യക്ക് അല്ലേ, അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുത്ത് എണ്ണ മുഴുവൻ അവരുടെ കസ്റ്റഡിയിലാക്കി. വെനിസ്വലയിൽ കടന്നു കയറി അവരുടെ എണ്ണ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇനി എണ്ണ ഉള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് ഇറാനാണ്. അതിൽ നിന്ന് അത് പിടിച്ചെടുക്കാനായിട്ടവർ ശ്രമിക്കുന്നു. റഷ്യയിൽ എണ്ണ പിടിക്കാൻ ഇവർ പോകുന്നുണ്ട്. റഷ്യ ലോകത്ത് എണ്ണ ഉൽപ്പാദനത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലില്ല. കാരണം എന്താണ്? വിവരം അറിയാം. പ്രശ്നം. എന്തായാലും ഇത് അവസാനിപ്പിക്കാൻ എല്ലാ ശക്തികളും പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ട് പറയാനായിട്ട് കഴിയൂ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.